നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യനയത്തിൽ ചർച്ച തുടങ്ങിയില്ലെന്ന സർക്കാർ വാദം പൊളിയുന്നു. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ടയിൽ മദ്യനയവും മറ്റു വകുപ്പുകളിൽ കൈകടത്തിയിട്ടില്ലെന്ന് ടൂറിസം വകുപ്പ്. തിടുക്കം എന്തിനായിരുന്നെന്ന് വി.ഡി. സതീശൻ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. മറ്റന്നാളത്തെ യോഗത്തിൽ ഡിജിപിക്ക് പുറമെ എഡിജിപിമാരും പങ്കെടുക്കും. സമകാലിക പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പും ചർച്ച ചെയ്യും. ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പെൺകുട്ടികൾ മരിച്ചു. 3 പേരെ രക്ഷപ്പെടുത്തി. റിമാൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. അർദ്ധരാത്രിയോടെ ബംഗാൾ തീരം തൊടും. കൊൽക്കത്ത വിമാനത്താവളം അടച്ചു. ഡൽഹിയിൽ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ 7 കുഞ്ഞുങ്ങൾ വെന്തുമരിച്ചു. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. അന്വേഷണത്തിന് ഉത്തരവിട്ട ലഫ്റ്റനന്റ് ഗവർണർ. AAP സർക്കാരിനെതിരെ BJP. രാജ്കോട്ടിലെ ഗെയിമിംഗ് സെന്ററിലെ തീപിടുത്തത്തിൽ മരണം 35ആയി. ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ജീവനക്കാരി. അവയവദാനത്തിന് പ്രതിഫലം നൽകാതെ ഏജന്റ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണം. രോഗിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് ജീവനക്കാരിയെ പുറത്താക്കിയതെന്ന് ആശുപത്രി CEO. അവയവക്കടത്ത് കേസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. KSU സംസ്ഥാന ക്യാമ്പിൽ കൂട്ടയടി. പ്രവർത്തകർക്ക് പരിക്ക്. ക്യാമ്പ് പിരിച്ചുവിട്ടേക്കും. അന്വേഷണത്തിന് KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു. തൃപ്പൂണിത്തുറയിൽ അമ്മയെ പുറത്താക്കി വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ പോലീസിന്റെ വിചിത്ര നീക്കം. നാട്ടുകാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. പിന്നിൽ CPM നേതൃത്വമെന്ന ആക്ഷേപം. വാർത്ത റിപ്പോർട്ട് ചെയ്ത ന്യൂസ് 18-നും നോട്ടീസ്. IPL കപ്പ് ആരുയർത്തും. കലാശക്കൊട്ടിൽ കൊൽക്കത്തയും ഹൈദരാബാദും നേർക്കുനേർ. പോരാട്ടം 7:30 മുതൽ ചെന്നൈയിൽ. ആശങ്ക ഉയർത്തി മഴ. വിശദമായ വാർത്തയിലേക്ക്. പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ച ഓൺലൈൻ യോഗത്തിന്റെ വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ട മദ്യനയമായിരുന്നു. നടന്നത് ടൂറിസം മീറ്റിംഗ് ആണെന്നും മറ്റു വകുപ്പുകളിൽ കൈകടത്തിയിട്ടില്ലെന്നുമാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിനെന്നും ടൂറിസം വകുപ്പിന്റെ തിടുക്കം എന്തിനായിരുന്നു എന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന വൻ അഴിമതിയിൽ ബാർ ഉടമകളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ളമാണ്. ഇവര് കഴിഞ്ഞ 2 മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ്. കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ മെയ് 21-ാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ബാർ ഉടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂം മീറ്റിംഗ് ആണ് നടത്തിയത്. ആ സൂമിന്റെ ലിങ്ക് എന്റെ കൈവശമുണ്ട്. അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് 21-ാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു. 2 മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി MP രാജേഷ് നടത്തിയ വിശദീകരണത്തിന് പിന്നാലെയാണ് ടൂറിസം വകുപ്പ് ഡയറക്ടർ കഴിഞ്ഞ 21-ാം തീയതി ഇത്തരത്തിലൊരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. മദ്യനയം ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് വിളിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിന്റെ സൂം മീറ്റിംഗിന്റെ പാസ്വേഡും ID യും അടക്കം പുറത്തു വന്നത്.
അതിനു പിന്നാലെയാണ് ടൂറിസം വകുപ്പ് ഡയറക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ടൂറിസം ഡയറക്ടർ നൽകിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനായി ചേർന്ന ഒരു മീറ്റിംഗാണ്. അതുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാണ് ഈ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, പുറത്തുവന്ന സൂം മീറ്റിംഗുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങളിൽ കൃത്യമായി മദ്യനയം എന്ന വാക്ക് തന്നെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നത് എന്നും കൃത്യമായ പരാമർശമുണ്ട്. അത് വലിയ തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയായി മാറുകയും പ്രതിപക്ഷം അത് ആയുധമാക്കി എടുക്കുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ടൂറിസം വകുപ്പ് ഡയറക്ടർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ബാർകോഴ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വിവാദം വന്നതോടെ എക്സൈസ് മന്ത്രി നാടുവിട്ടു. 3 രാജ്യങ്ങളിലേക്കെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ട് പോകുന്നത് 5 രാജ്യത്തേക്കാണ്. എക്സൈസ് മന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്ര അനുമതിയില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. ബാർകോഴ വിവാദത്തിൽ ഉൾപ്പെട്ട മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കെ മുരളീധരൻ. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ്. ബാറുടമയുടെ ശബ്ദരേഖയിൽ നിന്ന് കൈക്കൂലിയാണെന്ന് വ്യക്തമാണ്. പ്രതിപക്ഷം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും UDF ശക്തമായി സമരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 25 കോടിയുടെ അഴിമതി മൂടിവെക്കാൻ അനുവദിക്കില്ല. രക്ഷപ്പെടാൻ വേണ്ടി മന്ത്രിമാർ വിദേശത്ത് പോയി. മന്ത്രിമാർ വിശ്രമത്തിന് വിദേശത്ത് പോവുകയാണ്. ഇതിന് ആര് സ്പോൺസർ ചെയ്യുന്നു എന്നത് ദുരൂഹമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. മറ്റന്നാളാണ് യോഗം. DGPക്ക് പുറമെ ADGPമാരും പങ്കെടുക്കും. സമകാലിക പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പും ചർച്ചയാകും. മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ജ്വാലാലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. വടക്കൻ പറവൂർ കോഴിത്തുരുത്ത് മണൽ ബണ്ടിന് സമീപമായിരുന്നു അപകടം. പ്രദേശവാസികളായ 5 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 3 പേരെ രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെയോടെയാണ് സംഭവം നടക്കുന്നത്. രാവിലെ 11 മണിക്കാണ് പുത്തൻവേലിക്കര, പറവൂരിനടുത്തുള്ള പുത്തൻവേലിക്കരയിൽ ചാലക്കുടി പുഴയുടെ കൈവഴിയിൽ ഇവർ 5 പേരടങ്ങുന്ന സംഘം കുളിക്കാനിറങ്ങിയത്. ഈ 5 പെൺകുട്ടികളും ഇവരെല്ലാവരും തന്നെയും ബന്ധുക്കളും അതോടൊപ്പം തന്നെ തൊട്ട അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. ഇവർ 11 മണിയോടുകൂടി പുഴയിലേക്ക് എത്തുകയും കുറച്ചു നേരം അവരവിടെ ചെലവഴിച്ചു എന്നാണ് പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നത്. കക്കവാരുന്ന തൊഴിലാളികളടക്കം ആ പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പുഴയുടെ സമീപത്ത് നിന്ന് അവർ പുഴയിൽ കുളിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ ഒഴുക്കിൽപ്പെടുന്നത്, അതായത് താഴ്ന്നു പോകുന്നത് പോലെ ശ്രദ്ധയിൽപ്പെടുന്നു. മറ്റു കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഇവിടേക്ക് എത്തുമ്പോഴേക്കും പലരും ഈ വെള്ളം കൂടി ഒഴുക്കിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ. കക്ക വരുന്ന തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും തന്നെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുകയായിരുന്നു. 2 പേരെ വളരെ പെട്ടെന്ന് കരയ്ക്കെത്തിച്ചു. 3ാമത്തെ ഒരാളെയും കൂടി അവർ ഇവിടെ കരയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നു. ഫയർഫോഴ്സും വിവരമറിഞ്ഞ സ്ഥലത്ത് എത്തിയിരുന്നു. അവരും തിരച്ചിൽ തുടങ്ങിയിരുന്നു. മറ്റു 2 പെൺകുട്ടികൾ, അതിൽ 2 പേരെയും കണ്ടെത്തുമ്പോൾ മേഘയും ജോലയും തന്നെ കണ്ടെത്തുമ്പോൾ തീർത്തും അവശരായിരുന്നു. ഒരാൾ ആ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. മറ്റൊരാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു. ഈ സ്ഥലത്ത് പെട്ടെന്ന് നീരൊഴുക്ക് കൂടിയോ എന്നൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് സമീപത്തുള്ള കണക്കൻ കടവ് റെഗുലേറ്റർ ബ്രിഡ്ജുണ്ട്. അവിടുന്ന് വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് തുറന്നു വന്നു എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടികൾ ആ പരിസരത്ത് നിന്ന് കുളിക്കുന്നതായി കുറേ നേരമായ ആളുകൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് മഴ കൂടി അതോടൊപ്പം തന്നെ നീരൊഴുക്ക് കൂടി ഈ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായപ്പോൾ ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടന്നതുകൊണ്ടാണ് 3 പേരെയും എങ്കിലും തിരിച്ച് കരയിലേക്ക് എത്തിക്കാനെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. ഈ പ്രദേശത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ഇത്. 2 പേരുടെ മരണം ഒരു ചുറ്റുപാടുമുള്ള പ്രദേശത്തെല്ലാം തന്നെ വളരെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുന്നു. ബന്ധുക്കൾ ആയവരുണ്ട്, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീടുകളിൽ തന്നെ താമസിക്കുന്നവരാണ് പലരും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കൊല്ലം ചിതറയിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ധർമ്മരാജനും ഭാര്യ മായയുമാണ് മരിച്ചത്. വീടിന് സമീപത്തെ റബ്ബർ പുരയിടത്തിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക വിവരം. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്.
അവയവം മാറ്റിവെക്കൽ. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. അവയവദാനത്തിന് ശേഷം ഏജന്റിൽ നിന്നും പീഡനം നേരിട്ട യുവതിയാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. ലേക്ക് ഷോർ ആശുപത്രിയിൽ നടക്കുന്നത് ഏറെയും അവയവമാറ്റ ശസ്ത്രക്രിയയാണ്. ആശുപത്രിക്ക് സ്റ്റാഫിനേക്കാൾ വലുത് ഏജന്റുമാരാണെന്നും ലേക്ക് ഷോറിലെ മുൻ ജീവനക്കാരി ന്യൂസ് 8 പറഞ്ഞു. അവയവദാന ഏജന്റിനെ സംരക്ഷിക്കാൻ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കി. പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പോലീസും ഏജന്റിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വൈകിയെന്നും കേസെടുത്തത് ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശിച്ച ശേഷമാണെന്നും യുവതി പറയുന്നു. ലേക്ക് ഷോറിനും ഏജന്റിനുമെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചു. അവയവ തട്ടിപ്പിനെതിരെ യുവതി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു. ഏജന്റായ ഷാജി ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് സൂചന. വൃക്ക നൽകിയതിന് വാഗ്ദാനം ചെയ്ത പണം ആവശ്യപ്പെട്ടപ്പോൾ ഷാജി പീഡിപ്പിച്ചെന്നും യുവതി ന്യൂസ് 8 പറഞ്ഞു. പരാതിയുമായി പനങ്ങാട് പോലീസിനെ സമീപിച്ചപ്പോൾ നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ട്. താൻ വഴി വൃക്ക നൽകാൻ 12 പേരെ കൂടി ഏജന്റിന് തരപ്പെടുത്തി കൊടുത്തുവെന്നും യുവതി ന്യൂസ് 8 പറഞ്ഞു. ലേക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇയാൾ പരിചയപ്പെടുന്നത്. ഇയാൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഡൊണേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നപ്പോഴത്തേക്കും OPയിലെ സിസ്റ്റർ പറഞ്ഞു സ്റ്റാഫ് ആയത് കൊണ്ടിട്ട് സാർ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവിടെ, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പറ്റത്തില്ല, എൻ്റെ ജോലി എനിക്ക് പ്രധാനമാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല, ഞാനത് കാരണം പിൻവാങ്ങി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതിനുശേഷം ഇവർ എന്നെ നിരന്തരം നമ്പർ തന്നിട്ട് വിളിക്കുകയും ഇതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാതെ പിന്മാറി നിന്നിട്ട് എന്നെ ഒരു തവണ ഇവർ അൽക്കൈമ എന്ന് പറയുന്ന ലോഡ്ജിൽ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചെല്ലാന്നതിൻ്റെ പേരിൽ ഇയാളുടെ വർക്കറായ സ്ത്രീയെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. എത്ര രൂപ ഓഫർ ചെയ്തിട്ടാണ്? എനിക്ക് 8.5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത്. അല്ല, എത്ര തന്നു? എനിക്ക് 3.5 ലക്ഷം രൂപ. അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ്. അത്രയും ഇപ്പം മതി തരുമെന്നുള്ള ഒരു ഇതിൽ വന്നാൽ പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ അവർ കുറേ വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ച് അതിൻ്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മളെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് എൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിടുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുക ചെയ്ത് വക്കീൽ വന്നിട്ട് വക്കീൽ എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തികൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു 1 രൂപ പോലും തരില്ല, എനിക്ക് എവിടം വരെ പോകാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കിത് എന്ത് ചെയ്യണമെന്നും അറിയാം, 1 രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട, അങ്ങനെയാണ് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത്. പോലീസ് ചേച്ചി കൊടുത്ത പരാതിയിൽ എന്ത് നടപടിയെടുത്തു? ആദ്യമേ ഇവരൊരു നടപടി എടുത്തില്ല. കുറേ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ 1-2 സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ജോലി കളയിപ്പിച്ചു. അതേസമയം സർക്കാരിന്റെ അംഗീകാരമുള്ള രോഗികളെ മാത്രമേ സർജറിക്ക് വിധേയരാക്കൂ എന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ CEO ജയശ്രീ നായർ പറയുന്നു. ആശുപത്രിക്ക് ഒരു ഏജന്റുമായും ബന്ധമില്ല. ആരോപണം ഉന്നയിച്ച സ്ത്രീ ആശുപത്രി ജീവനക്കാരി ആയിരിക്കുമ്പോൾ രോഗിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ആശുപത്രിയുടെ നിയമത്തിന് വിരുദ്ധമായി അവർ പ്രവർത്തിച്ചതുകൊണ്ടാണ് നടപടിയുണ്ടായതെന്നും ആശുപത്രി വിശദീകരിക്കുന്നു. അവയവക്കടത്ത് കേസിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ. കൂടുതൽ ഇരകളെ കണ്ടെത്താനാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചത്. കേസിൽ പിടിയിലായ സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. അവയവക്കടത്ത് കേസിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ
ഈ അവയവദാതാക്കൾ എന്ന പേരിൽ ഇവർ കൂട്ടിയിരുന്ന ഈ സംഘം കടത്തിയിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നീങ്ങുന്നത്. ഇവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങളാണ് കൂടുതലായും നടക്കുന്നത്. പ്രതിയായ സബിത് നാസർ 20ഓളം പേരെ ഈ രീതിയിൽ അവയവത്തിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് മലയാളി എന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അത് മലയാളി ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അന്വേഷണ സംഘം ഏറെക്കുറെ അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ബാക്കിയുള്ളവരെ കേന്ദ്രീകരിച്ച് അവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതിൽ കൂടുതൽ പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്നും കൂടി സ്ഥിരീകരിക്കുന്നു. തമിഴ്നാട്ടിലെ തികച്ചും സാധാരണക്കാരായ ആളുകൾ, കൂടുതലും സ്ത്രീകളാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. താഴ്ന്ന വരുമാനക്കാരായ ഇവരെ പലതും പ്രലോഭിപ്പിച്ചുകൊണ്ട് പണം നൽകാമെന്ന്, വലിയ രീതിയിൽ പണം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ സംഘം കെണിയിൽ വീഴ്ത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവരിലേക്ക് എത്താൻ വൈകാതെ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഈ റാക്കറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള സജിത ശ്യാം, ഇയാൾ ഈ കണ്ണിയിൽ ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ആളാണ്. സാമ്പത്തിക കാര്യങ്ങളടക്കം ഇയാൾ നിയന്ത്രിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇയാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മറ്റൊരാൾ കൊച്ചി സ്വദേശിയായ മധുവാണ്. ഇയാൾ ഇപ്പോഴും ഇറാനിൽ തന്നെ തുടരുന്നു എന്നതാണ്. ഇറാനിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള നാസറിനൊപ്പം തന്നെയാണ്, സബിത്തിനൊപ്പം തന്നെയാണ് ഇയാൾ ഉണ്ടായിരുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ രണ്ടുപേരും ചേർന്നാണ് കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി കൂടുതൽ പേരെ ഈ അവയവ കടത്തിനു വേണ്ടി റിക്രൂട്ട് ചെയ്തത് എന്നതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഈ മറ്റ് കണ്ണികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം ഉണ്ടാകും. വൈകാതെ കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഏജൻസികളടക്കം ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്ത് ഇങ്ങനെയൊരു മാഫിയയുടെ ഭാഗമായി സംസ്ഥാനത്ത് നിന്നും അതോടൊപ്പം രാജ്യത്ത് തന്നെയുള്ളവർ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇവരെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഈ അന്വേഷണം തുടരുന്നുണ്ട്. അവർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വൈകാതെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അട്ടപ്പാടിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ഇല്ലാത്തതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ വീഴ്ച സമ്മതിച്ച കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ട്. ആംബുലൻസ് അപകടത്തിൽപ്പെട്ടതിനാൽ പോലീസിലെയും ആരോഗ്യവകുപ്പിലെയും നടപടികൾ വൈകിയെന്നാണ് വിശദീകരണം. കോട്ടത്തറ ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള 2 ആംബുലൻസുകളും തകരാറിലായതാണ് ഒമ്മല സ്വദേശിയായ ഫൈസൽ എന്ന 25-കാരന്റെ ജീവൻ നഷ്ടമായത്. ആരോഗ്യവകുപ്പാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായോ എന്ന് അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. അടുത്ത മാസം 1-ന് ബോർഡ് യോഗം ചേർന്ന് കേസ് പരിശോധിക്കും. 4 വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലാണ് അന്വേഷണം. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അപേക്ഷ പ്രകാരമാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിദഗ്ധരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത്. ഡൽഹിയിൽ 2ഇടങ്ങളിലായി ഉണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾ ഉൾപ്പെടെ 10 പേർ മരിച്ചു. കിഴക്കൻ ഡൽഹിയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലും കൃഷ്ണനഗറിലെ ഫ്ളാറ്റിലുമാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിട്ടു. അതിനിടെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിന് ഉണ്ടായ തീപിടുത്തത്തിൽ 35 പേർ മരിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിയോടെ ചുഴലിക്കാറ്റ് ബംഗാളിലെ തീരം തൊടുമെന്നാണ് സൂചന. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളം അടച്ചു. നിരവധി തീവണ്ടികളും റദ്ദാക്കിയിട്ടുണ്ട്. বিশেষ ঘোষণা, এত দ্বারা দীঘা শঙ্করপুর উন্নয়ন পর্ষদের পক্ষ থেকে দীঘার সকল নাগরিকবৃন্দ ও দীঘায় আগত সকল ভ্রমণার্থীগণকে സുവി വിശ്വനാഥൻ ചേരുന്നു വിവരങ്ങളുമായി. സുവി, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശം?
അശ്വതി, റിമാൽ ചുഴലിക്കാറ്റ് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6 മണിക്കൂറായി ഈ തീരത്തേക്ക് അടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാറ്റിന്റെ ദിശയാണ് നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ചും ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിലാണ് ഇത് തീരം തൊടുക എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാറ്റിന്റെ ഒരു ദിശ ഏത് നിമിഷം വേണമെങ്കിലും മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒഡീഷ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ഈ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഈ കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കിരൺ റിജിജു ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നേവിയുടെ സഹായം തേടിയിട്ടുണ്ട്. നേവിയുടെ ഷിപ്പുകൾ അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നിരവധി പേരെയാണ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഒരു മഴയുടെ ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മഴ ഇപ്പോൾ ആഞ്ഞ് ഈ പ്രദേശത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ചും സാഗർ ഐലൻഡിനും കേക്പുര ഭാഗത്തിനും ഇടയ്ക്കാണ് ഈ ഒരു ചുഴലിക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. 85 മുതൽ 95 കിലോമീറ്റർ വേഗതയിലാണ് ഈ കാറ്റ് വീശുന്നത്. അത് നിലവിൽ വീശുന്നത് അത് 130 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വീശാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. കൊൽക്കത്ത വിമാനത്താവളം അടച്ച സാഹചര്യമുണ്ട്. നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. 88 അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. 394 സർവീസ് ആകെ 394 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കേരള തീരത്തുകൂടിയാണ് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് കേരള തീരത്തുകൂടിയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ തീരം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The brand of happy. തൃപ്പൂണിത്തുറയിൽ അമ്മയെ പുറത്താക്കി മകൾ വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ ഇടപെട്ട നാട്ടുകാർക്കെതിരെ പോലീസ് കള്ളക്കേസെടുക്കുന്നതായി പരാതി. വീടിന്റെ വാതിൽ പൊളിച്ച് അമ്മയെ അകത്ത് പ്രവേശിപ്പിച്ച CPM പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടുകാരായ 50 പേർക്കെതിരെയാണ് ഭവനഭേദനം, മോഷണം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മരട് പോലീസ് കേസെടുത്തത്. CPM നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെയാണ് കള്ളക്കേസ് എന്നാണ് ആരോപണം. കേസെടുത്തതിൽ പ്രതിഷേധിച്ച് CPM ബ്രാഞ്ച് അംഗങ്ങൾ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്ത ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കും പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സരോജിനി അമ്മയെ വീടിന് പുറത്താക്കിയ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. KSU സംസ്ഥാന ക്യാമ്പിൽ സംഘർഷം. നെയ്യാർ ഡാം രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ നടന്ന ക്യാമ്പിലാണ് ഇന്നലെ അർദ്ധരാത്രി സംഘർഷമുണ്ടായത്. KSU മണ്ഡലം ഭാരവാഹിയായ പാറശാല സ്വദേശി സുജിത്തിന് സംഘർഷത്തിൽ പരിക്കേറ്റു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ KSU സംസ്ഥാന ക്യാമ്പ് പിരിച്ചുവിട്ടേക്കും. സംഘർഷത്തെക്കുറിച്ച് KPCCയുടെ 3-അംഗ സമിതി അന്വേഷണം നടത്തും. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 3-അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിനടുത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാം, ദേശീയപാതയിൽ നിന്നും താഴേക്കുള്ള മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള വഴിയാണിത്. ഈ വഴിയിലേക്ക് തിരിയുന്നതിനിടെയാണ് മാവൂർ സ്വദേശിയായ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഈ പ്രധാന റോഡിൽ നിന്നും താഴേക്ക് വീണ വാഹനം പൂർണ്ണമായ ഒരു കാനയിലേക്ക്, വെള്ളം ഒഴുക്കുള്ള ഒരു തോട്ടിലേക്ക് വീണ് കിടക്കുന്ന അവസ്ഥ തന്നെയുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, എന്താണ് സംഭവിച്ചത്? വഴിയിൽ കൂടെ നിങ്ങൾ പോവുകയായിരുന്നു, ആ സമയത്താണ് സ്ലിപ്പായി? കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നു, അതിലിങ്ങനെ സ്ലിപ്പായി പോയത്. ആ റോഡിന്റെ ലെവലിൽ എന്റെ ഇടുക്കൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാറില്ല, അത് കൂടി അതിലിങ്ങോട്ട് മാറിപ്പോയതാണ്. വാഹനം നേരെ പോന്നു. നേരെ പോകുന്നു. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? എല്ലാവരും ആൾക്കാരെല്ലാരും കൂടി വന്ന് സഹായിച്ചു. ഞങ്ങള് ആർക്കും പരിക്കൊന്നുമില്ല? പരിക്കൊന്നും കയറിയിട്ട് പറ്റിയിട്ടില്ല. വാഹനം വെള്ളത്തിലേക്ക് പോയി. വാഹനം വെള്ളത്തിലേക്ക് പോയത് അങ്ങനെ ഒന്നുകൊണ്ട് പിന്നെ ഒന്നും പറ്റിയില്ല. നിയന്ത്രണം കിട്ടിയില്ല കാലിന്. കാലിന് ആ മെയിൻ റോഡിൽ നിന്ന് ഇട റോഡിലേക്ക് ഇറങ്ങി. ഈ റോഡിലേക്ക് ഇറങ്ങിയില്ല. റോഡ് എങ്ങനെയായിരുന്നു അത്? ഓല് അവിടുന്ന് വണ്ടി തിരിച്ചിട്ട് ഇതിലും എടുത്താണ് എടുത്തിട്ട് ഇങ്ങനെ സ്ലിപ്പായിപ്പോൾ മറിഞ്ഞത്. താഴേക്ക് മറിയായിരുന്നു. നിങ്ങളെല്ലാം ഓടി വന്നാ നമ്മൾ തന്നെ മൂപ്പർ കൈക്കലാക്കി കൊടുത്ത കാര്യങ്ങളൊക്കെ ഇറക്കി ഉടനെ വണ്ടി ഇങ്ങോട്ട്. അപ്പൊ അതിനൊരു ഒന്നുമില്ലാതെ കുട്ടികൾക്കും മൂപ്പർക്ക് ഫാമിലിക്കും ഒന്നുമില്ലാതെ കൈക്കലാക്കി കൊടുത്തു. എന്തായാലും പെട്ടെന്ന് തന്നെ ആളുകൾ എത്തുകയും താഴേക്ക് വാഹനം മാറുകയുമായിരുന്നു. ആളുകൾ, ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ കൂടെ ഉണ്ട്. ഇപ്പോൾ എങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ? അവരൊക്കെ സഹായിച്ചതാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, അവർ സഹായിച്ചതാണ്. ഇവിടെ ഉണ്ടായിരുന്ന കാണാനുണ്ടായിരുന്ന ആളുകൾ സഹായിച്ചതാണ് ഞങ്ങളെ. ആർക്കൊന്നും പറ്റിയിട്ടില്ല. സേഫായി.
എന്തായാലും വലിയ ആശ്വാസമാണ്. കാരണം വണ്ടി താഴേക്ക് ദിശ തെറ്റി വന്നപ്പോൾ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ ഇടപെടുകയും അവരെ വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. 3 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കടയിൽ പോയ ശേഷം, ഈ ഷോപ്പിങ്ങിന് പോയ ശേഷം മടങ്ങിയെത്തും വഴിയിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും വാഹനം പൂർണ്ണമായി തന്നെ ഇപ്പോൾ കാനയിലേക്ക് വീണ് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലും ആളുകൾക്ക് പെട്ടെന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞതുമാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. അല്ലെങ്കിൽ അപകടത്തിൽ ഒരു പരുക്കും ആർക്കും പറ്റാതെ വാഹനം മാത്രം ഇപ്പോൾ ഏതാണ്ട് നാശത്തിലേക്ക് നീങ്ങിയിരുന്നെങ്കിലും ഉള്ളിലുള്ള ആളുകൾക്ക് യാതൊരു അപകടവും കൂടാതെ രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു. IPL ഫൈനൽ ഇന്ന്. IPL 2024 സീസണ് ഇന്ന് കലാശക്കൊട്ട്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളി സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. രാത്രി 7:30 മുതലാണ് മത്സരം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റിമാൽ ചുഴലിക്കാറ്റ് മത്സരത്തിന്റെ നടത്തിപ്പിൽ നിർണായക സ്വാധീനമാകും എന്നാണ് റിപ്പോർട്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610 രൂപ, പവൻ 52,880 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5520 രൂപ, പവന് 44,160 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പുതിയ ഇത്തരത്തിൽ